ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 61 റിവ്യൂ. ഇന്ന് നൂബിൻ യാത്ര ചോദിച്ചു പോകുന്ന ദിവസമായിരുന്നു. രാവിലെ തന്നെ ബിന്നിയുടെ ഹസ്ബൻഡ് പോയി. ബിന്നി കരയുന്നുണ്ടായിരുന്നു. അനുമോൾ ചോദിക്കുന്നുണ്ട് എന്തിനാ കരയുന്നതെന്ന്. ചോദിക്കാൻ പറ്റിയ ആള് എല്ലാവരോടും യാത്ര ചോദിച്ച് നൂബിൻ പോകുന്നു. നൂബിൻ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബിന്നിക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നൂബിൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിന്നിക്ക് അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അനീഷും അക്ബറും അനുമോളും തമ്മിലുള്ള സംസാരത്തിൽ അനീഷ് പറയുന്നു രാവിലെ അക്ബറും അനുമോളുമാണ് ഉണ്ടാക്കേണ്ടത്, റൊട്ടേഷൻ പോലെ ഫുഡ് മാറി മാറി ഉണ്ടാക്കാന്ന്. അനുമോളും അക്ബറും ഒന്നും സമ്മതിക്കുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് അനീഷ് പറയുന്നത്. അവസാനം ഹൗസ് ക്യാപ്റ്റനായ ബിന്നിയുടെ അടുത്തെത്തി. ബിന്നി പറഞ്ഞു 4 പേരൊക്കെ വേണം ചപ്പാത്തിയൊക്കെ തൊടാൻ, ഉപ്പുമാവുള്ളതുകൊണ്ട് 2 പേര് കുഴപ്പമില്ല, ചപ്പാത്തി ചൂടുന്ന ദിവസം എന്താവും. ഇന്ന് 3 ഫാമിലിയാണ് ബിഗ് ബോസിൽ വരുന്നതെന്ന് ബിഗ് ബോസ് ലക്ഷ്മിയുടെയും നെവിന്റെയും ഒണിയലിന്റെയും. പക്ഷെ അവർ വരുന്നതിന് മുമ്പ് 3 പേരും കൂടെ ഒന്നിച്ച് ടാസ്ക് പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ അവർ ബിഗ് ബോസിൽ വരൂ എന്ന് ബിഗ് ബോസ്. അവർ നന്നായിട്ട് തന്നെ ടാസ്ക് കൈകാര്യം ചെയ്യുകയും 3 പേരും ഒന്നിച്ച് പൂർത്തീകരിക്കുകയും ചെയ്തു. ഒണിയലിന്റെ വീട്ടിൽ നിന്ന് അമ്മയും അനിയനുമാണ് വന്നത്. നെവിന്റെ വീട്ടിൽ നിന്ന് അമ്മയും അനീതിയുമാണ് വന്നത്. ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് അമ്മ മാത്രമേ വന്നുള്ളൂ. എന്തുകൊണ്ടാണ് ലക്ഷ്മിയുടെ മകൻ ബിഗ് ബോസിൽ വരാത്തതെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ജിസൈൽ ഷാനവാസിനോട് പറയുന്നുണ്ട് ആര്യനും താനുമായിട്ടുള്ള പഴയ കാര്യങ്ങൾ അക്ബർ എടുത്തിടുന്നുണ്ട്, ഒരു വിഷയം ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ശരിക്കും ഇത് ഓണിയിൽ തുടങ്ങി വെച്ചതാണ്. ഇതിലാണ് ഇത് വീണ്ടും എടുത്തിട്ടത്. ഇതിപ്പോൾ അക്ബറിന്റെ തലയിലായി. അവസരം കിട്ടിയ ഷാനവാസ് പറയുന്നുണ്ട് അക്ബർ ഒരു കഴുകനാണെന്ന്, കൊത്തിവലിക്കുന്ന കഴുകൻ. അക്ബറിനെതിരെ ഒരുപാട് ആൾക്കാരുണ്ട് കളിക്കാൻ. ഷാനവാസ്, ആദില, നൂറ, ഒണിയൽ, ഇപ്പോൾ ആര്യനും ജിസൈലും ഒക്കെ. അക്ബർ വെറുതെ ഒരു ഗെയിം കളിക്കാതെ വെറുതെ ഇരിക്കുകയാണ് മീൻഭാഗില്. എല്ലാവരും അക്ബറിനെതിരെ തിരിഞ്ഞാൽ അക്ബർ പുറത്ത് പോസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. 3 പേരുടെയും ഫാമിലികൾ ഒന്നിച്ചാണ് കയറി വന്നത്. ലക്ഷ്മി ഒണിയലിന്റെ അമ്മയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. ലക്ഷ്മിയുടെ അമ്മ നീ സോറി പറഞ്ഞത് വളരെ നന്നായി എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുന്നുണ്ട്. നന്നായിട്ട് വർത്താനം പറയുന്ന ആളാണ് ഒണിയലിന്റെ അമ്മ. ഒണിയലിന്റെ അമ്മ പറയുന്നുണ്ട് ഞാനിവിടെ വന്നതിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുവെന്നും 7 സീസണുകളെല്ലാം നന്നായി കാണുന്ന ആളാണെന്ന് താനെന്നും എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ബിഗ് ബോസിൽ വരിക എന്നും അവൾ പറയുന്നുണ്ട്. ലക്ഷ്മിയുടെ അമ്മ ആദില നൂറയെ ലക്ഷ്മി വീട്ടിൽ കയറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് വരാമെന്നും സിറ്റൗട്ടിൽ ഇരിക്കാമെന്നും പറയുന്നുണ്ട്. അവരുടെ വർത്തമാനം ഒരു കല്ലുകടി പോലെ തോന്നി. അക്ബറൊക്കെ പിന്നീട് അത് സംസാരിക്കുന്നുണ്ട്. ഒരു സാധാരണ വീട്ടുകാരായിരുന്നു നെവിന്റെ അമ്മയും അനിയത്തിയും. അനിയത്തി നെവിനോട് പറയുന്നുണ്ട് ഫുഡിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കൂടുതലാകുന്നുണ്ട്, അത് കുറയ്ക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അവരെല്ലാം വന്ന് സന്തോഷത്തോടെ പിരിഞ്ഞുപോയി. നെവിൻ പ്രതീക്ഷിച്ചിരുന്നത് തന്റെ കൂട്ടുകാരനെയാണ്, അമ്മേനെയും പെങ്ങളെയാണ് കൂടുതൽ, അവരോടാണ് നന്നായി ബിഹേവ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അനുമോൾ പറയുന്നുണ്ടായിരുന്നു നെവിനോട്. പക്ഷെ അത് അനുമോൾ പറയേണ്ട യാതൊരു കാര്യവുമില്ല. നെവിന്റെ ജീവിതം നെവിനല്ലേ അറിയാവുള്ളൂ. തന്റെ വീട്ടിൽ താൻ ഒരു ഫാദറിനെ പോലെയാണെന്നും തന്റെ ഫ്രണ്ട്സ് കാരണമാണ് താൻ ഇവിടെ വന്നതെന്നും അവരുണ്ടായിരുന്നെങ്കിൽ ഇച്ചോടെ സൗഹൃദപരമായിട്ട് പെരുമാറാൻ തനിക്ക് കഴിയുമെന്നും നെവിൻ പറയുന്നു. കഴിഞ്ഞ ദിവസം മട്ടൺ എടുത്തതിനെതിരെ അനുമോൾ പ്രതികരിച്ചതിന് പകരം വീട്ടാൻ ഷാനവാസിന് ഇപ്പോൾ അവസരം കിട്ടി. ഇന്ന് അലുവ അനുമോൾ എടുത്തോണ്ട് പോയി. അനുമോൾ കട്ടെടുത്തു എന്ന് പറഞ്ഞ് ഷാനവാസ്. ബിന്നിയും സപ്പോർട്ട് ചെയ്യുന്നു ഷാനവാസിനെ. ഷാനവാസ് എടുത്തപ്പോൾ ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ അനുമോളിനെ തുറന്നു കാണിച്ചു ബിന്നി. അതേ അനുമോൾ ഇന്ന് അലുവ എടുത്തിരിക്കുന്നു. അതിലെ നൂറിയും സംസാരിക്കുന്നുണ്ട് ഒരു പോസിറ്റീവ് വൈബാണ് തങ്ങൾക്കെന്നും എല്ലാ ഫാമിലിയും വന്ന് തങ്ങളെ സപ്പോർട്ട് ചെയ്തതിൽ പുറത്ത് വെറുപ്പായിരിക്കുമെന്നാണ് അവർ കരുതിയിരുന്നത്. വന്നപ്പോഴെല്ലാം ഹെയ്റ്റ് അല്ലായിരുന്നുവെന്ന് അവർ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുമോ? ഇഷ്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യുമോ?